എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിന്റെ പറവ ഫിലിംസ് ഓഫീസിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി. വിവരങ്ങളുമായി നിതിൻ പ്രഭാകർ ചേരുന്നു. നിതിൻ പ്രഭാകർ, ഈ പറവ ഫിലിംസുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് നിരവധി വാർത്തകൾ വന്നിരുന്നു. ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചായിരുന്നോ പരിശോധന? തീർച്ചയായും നടൻ സൗബിൻ ഷാഹിറിന്റെ കൊച്ചിയിലെ ഓഫീസിലും പറവ ഓഫീസിലും ആണ് ഈ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് പറവ ഫിലിംസ് കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ അവ്യക്തതകൾ കണ്ടെത്താൻ പരിശോധന നടത്തിയത്. നികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, കണക്കുകൾ മറച്ചുവെച്ചു എന്നാണ് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നത്. പറവ ഫിലിംസ് കമ്പനിയുടെ ഓഫീസ്, പുല്ലേപ്പടിയിലെ ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫീസ് അടക്കമുള്ള 7 ഇടങ്ങളിലാണ് പരിശോധന നടന്നത്. സാമ്പത്തിക ഇടപാടുകളുടെ മറവിൽ പറവ ഫിലിംസ് കമ്പനി നടത്തിയ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു. സൗബിനെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് കൂടി അന്വേഷണത്തിന് എത്തുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ നിർമ്മാതാവായ സൗബിനെതിരെ അടക്കം ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ED കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ ഈ സിറാജുമായി സൗബിൻ നടത്തിയിരുന്നു. എന്നാൽ ഇതിന്റെ ലാഭവിഹിതമോ മുടക്കുമുതലോ തിരികെ നൽകാൻ സൗബിൻ തയ്യാറായില്ലെന്നായിരുന്നു ആരോപണം. ഇതേ തുടർന്നാണ് അരൂർ സ്വദേശിയായ സിറാജ് വലിയ വീട്ടിൽ പരാതി നൽകുന്നതും EDയുടെ നിർണായകമായ റെയ്ഡ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ റെയ്ഡ് എത്ര സമയം നീണ്ടു നിന്നു? 3 മണിക്കൂറോളം ഈ റെയ്ഡ് നീണ്ടുനിന്നു. സൗബിന്റെ ഓഫീസിൽ നിന്നടക്കം ചില രേഖകൾ അന്വേഷണം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എന്താണെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ ആവശ്യമാണെങ്കിൽ ഈ രേഖകളടക്കം പരിശോധിച്ച് സൗബിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ അടക്കമുള്ള സാധ്യതയും നിലവിൽ കാണുകയാണ്. കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ റെയ്ഡ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ശരി നിതിൻ പ്രഭാകർ. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ കാർ ഇടിച്ച് വീഴ്ത്തി സ്വർണം കവർന്ന കേസിൽ അന്തരിച്ച വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായി. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള അർജുന്റെ ബന്ധത്തിൽ മുൻപും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പെരിന്തൽമണ്ണയിൽ സ്വർണം